ഗൈസ് ഈ മിൽക്ക് ഷേക്ക് കുടിച്ചുകൊണ്ട് എനർജി ആയിട്ട് നമ്മുടെ വീഡിയോ തുടങ്ങാൻ പോവുകയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ ഇത് കുടിക്കാൻ സ്ട്രോ ഒന്നും ഇല്ല. അപ്പോൾ എങ്ങനെ കുടിക്കുന്ന വെച്ചാൽ ഇങ്ങനെ കുടിക്കാൻ പറ്റൂ. കുറച്ചുകൂടെ ഉണ്ട്. ഹാഷീസിന്റെ ചോക്ലേറ്റ് മിൽക്ക് ഷേക്ക് ആണ് കുടിച്ചത്. ഓക്കെ, ഇപ്പൊ എനർജി ആയി. ലെറ്റ്സ് സ്റ്റാർട്ട്. വാട്ട്സ്ആപ്പ് ഗൈസ്, ഇറ്റ്സ് ആക്ഷൻ ഡ്യൂഡ്. അപ്പൊ ഗൈസ്, ഈ ആക്ഷൻ ഡ്യൂഡ് ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാതെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോകാൻ. റോഡ് ടു 30K ആണ് ഗൈസ്. അപ്പോൾ നിങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ 30Kയിലേക്ക് എത്തിക്കുക. നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇച്ചിരി പതിയാണ് ഇടുന്നത്. അപ്പൊ ഞാൻ ഇടുന്ന ഓരോ വീഡിയോ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഞാൻ എന്തെങ്കിലും വീഡിയോ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് എന്തെങ്കിലും കണ്ടന്റ് തോന്നുവാണെങ്കിൽ അത് നിങ്ങൾ കമന്റ് ചെയ്യുക. അപ്പോൾ നോക്കിയിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പൊ എന്തായാലും നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുക. യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യണം, എന്നിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, അപ്പൊ ഇന്ന് നമ്മുടെ വീട്ടിന്റെ അകത്ത് ഹോം തിയേറ്ററിനെ പറ്റി, അതിനകത്തിരിക്കുന്ന ഒരു പ്രൊജക്ടറിനെ പറ്റിയാണ് ഇന്ന് ഞാൻ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ എൻട്രോ എടുക്കാൻ വേണ്ടി വെളിയിലോട്ട് വന്നതാണ്. അപ്പോൾ എൻട്രോ എടുത്ത് കഴിഞ്ഞു, ഇനി അകത്തോട്ട് പോവാം. ഇതാര്? ഇവ നമ്മുടെ സുന്ദരിയാണ് ഗൈസ്. ഇതാണ്ട് സുന്ദരി പൂച്ചയാണ്. ഇതാണ്ട് അവിടുന്ന് ഇങ്ങനെ വന്നതാണ്. നല്ല കുളിച്ച് വെളവിളാന്നിരിക്കുന്നില്ലേ. ഏയ്, എവിടെ പോയി നീ കുളിച്ചേ? നീ നോക്കി കണ്ടേ, വെളവിളാന്നിരിക്കുന്നു. ഹെർ നെയിം ഈസ് സുന്ദരി പൂച്ച. ഓക്കെ, പോവാണ്. ഓക്കെ, ബൈ. ആക്ഷൻ ഡ്യൂഡ് കാറിന്റെ അടിയിലോട്ട് പോവാണ്. അവിടെയാണ് ആ ചെട്ടി ഇങ്ങനെ കിടന്ന് ഉറങ്ങിക്കോളും. ഇതേ നോക്ക്, കാണിച്ചു തരാം. അതവിടെ റെസ്റ്റ് എടുത്തോട്ട് നമുക്ക് നമ്മുടെ വീടിന്റെ അകത്തോട്ട് പോവാം. അപ്പൊ ഈ പൂച്ച ഇതുവഴി പോയപ്പോ ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിച്ചാണ്. അപ്പൊ എന്തായാലും നമ്മുടെ വീടിന്റെ അകത്തോട്ട് പോയി നമ്മുടെ അവിടുത്തെ പ്രൊജക്ടറിനെ കുറിച്ച് പറയാം. അതായിരിക്കണു നമ്മുടെ പ്രൊജക്ടർ. ഇത് എല്ലാവർക്കും അറിയാവുന്നതാണ്, നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ. അപ്പോൾ ഇതൊന്ന് പൊടിയടിച്ചിരിക്കുകയാണ്. ജസ്റ്റ് ഒന്ന് ക്ലീൻ ഒക്കെ ഒന്ന് ചെയ്തിട്ട് വരാം. അപ്പൊ അതാണ്ട് കണ്ടില്ല, നമ്മുടെ ഒരു കൈ കൊണ്ട് എടുക്കാൻ പറ്റുന്ന വെയിറ്റും ഇത്രയുള്ള സാധനം പോർട്ടബിൾ ആണ് ഇത്. അതുമല്ല ഗൈസ്, എന്തോ ഒരു ചൂടല്ലേ ഇപ്പൊ. ഇടയ്ക്കൊക്കെ വെച്ചിട്ട് മഴയൊക്കെ പെയ്തുകൊണ്ട് ഇപ്പൊ നല്ല ചൂടുണ്ട്. അതുകൊണ്ട് ഞാനൊക്കെ ഇങ്ങനെ വീർത്ത് കുട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഗൈസ്, ഈ സമയത്ത് കിടന്ന് ഉറങ്ങണമെന്ന് തോന്നിയിട്ട് ഒരു 5 മിനിറ്റ് ഉറങ്ങിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഉച്ചയ്ക്ക് ആകുമ്പോൾ ഭയങ്കര ഉറക്കമൊക്കെ ആയിരിക്കും. അപ്പൊ നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടിയാണ് ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെ ചിലപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ലൈക്ക് അടിക്കുക. അപ്പൊ അതിനെ ക്ലീൻ ഒക്കെ ചെയ്തിട്ട് ഈ ഒരു 2025 ആ പ്രൊജക്ടർ വാങ്ങിക്കുന്നത് നല്ലതാണോ അങ്ങനെയൊക്കെ ഞാൻ പറയുന്നതായിരിക്കും. അപ്പൊ ഇതായിരിക്കുന്നു നമ്മുടെ ഐറ്റം. അപ്പൊ ഇവനാണ് നമ്മുടെ ഹോം തിയേറ്ററിലെ മെയിൻ ആള്. അപ്പോൾ ചെറുക്കനെ പൊടി അടിച്ചിരിക്കുക. ഞാൻ ഇപ്പോൾ വൃത്തിയാക്കി തരാം. അത്രയേ ഉള്ളൂ. നമ്മൾ ജസ്റ്റ് ഒന്ന് പൊടിയൊക്കെ ഒന്ന് തട്ടി മാറ്റുന്നു. അപ്പം ഞാൻ ഇതിനകത്ത് തുണിക്കകത്ത് ജസ്റ്റ് ഒന്ന് കംഫർട്ട് ഒന്ന് ആഡ് ചെയ്യുന്നുണ്ട്. തുണി കഴിവുന്ന ചെയ്യാനല്ലേ, ജസ്റ്റ് ഒന്ന് ഇട്ടിട്ട് അതിനകത്ത് ഇട്ട് തുടയ്ക്കും, ചെറിയ മണമൊക്കെ വരാൻ വേണ്ടി. അതുകൊണ്ട് എത്രകൊണ്ട് സാധനം എടുക്കുന്നുള്ളൂ. രണ്ട് വെച്ചിട്ടുണ്ട്. നല്ല മണം വരുന്നുണ്ട്. അയ്യവ. അപ്പോൾ ഇതൊന്ന് മിക്സ് ആക്കിയിട്ട് ജസ്റ്റ് ഇതിനകത്തോട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കും. കണ്ടോ, ഗ്ലേസിങ് ആയി വരികയും ചെയ്യും. അതുമല്ല ഒരു പുതിയ സാധനത്തിന്റെ ഒരു മണവും വരുന്നുണ്ട്. അതിനകത്ത് ഒരു കാരണവശാലും ഇതിന്റെ അകത്ത് ലിക്വിഡ് അകത്ത് പോകത്തേ ഇല്ല. മാറ്റ് ബ്ലാക്ക് ആക്കി എടുക്കുകയാണ് സംഭവം. അപ്പൊ ഗൈസ്, ഈ പ്രൊജക്ടറിനെ ഫുൾ ഒന്ന് കുട്ടപ്പനാക്കി അടിപൊളിയാക്കിയിട്ട് ഞാൻ സ്റ്റുഡിയോയിൽ കൊണ്ടുവയ്ക്കും, ഹോം തിയേറ്ററിൽ കൊണ്ടുവയ്ക്കും. എന്നിട്ട് കാണാം. ഓക്കെ, അപ്പം ക്ലീൻ ചെയ്തിട്ട് വരാം. പിന്നാണ്ട് ഇത് ഇടയ്ക്ക് ക്ലീൻ ചെയ്യണം. സ്ക്രീനിൽ നമ്മൾ കാണുമ്പോൾ സ്ക്രീനിൽ ഡോട്ടായിട്ടൊക്കെ ചിലപ്പോൾ ഇരിക്കും. അപ്പോൾ അത് ഇതിൻ്റെ അകത്ത് ഇങ്ങനെ സൂക്ഷിച്ച് നോക്കിയിട്ട് ഒരു ബഡ്സോ അല്ല ഇട്ടിട്ടാണ് ക്ലീൻ ചെയ്യേണ്ടത്. ഇതിൻ്റെ അകത്ത് കുറേ ലെൻസും പരിപാടികളൊക്കെയാണ്. പക്ഷെ ഇത് ക്ലീൻ ചെയ്യുമ്പോൾ വളരെ കെയർഫുൾ ആയിട്ടേ ചെയ്യാവൂ. പിന്നെ റെഗുലറായിട്ട് ക്ലീൻ ചെയ്യേണ്ട ഒരു സംഭവമാണ് ഇത്. സാധനം എടുക്കണം. ഇതിനകത്ത് നല്ല പൊടിയുണ്ട്, കണ്ടോ. അത് ക്ലീൻ ചെയ്യട്ടെ. അപ്പോൾ ഇതേപോലത്തെ ഒരു ബഡ്സ് എടുത്ത് എടുത്ത് ക്ലീൻ ചെയ്യാം. ഇങ്ങനെ പതിയെ കെയർഫുള്ളി ശരിയാക്കണം. പിന്നെ ഇത് ചെയ്യുമ്പോൾ വളരെ സൂക്ഷിക്കുക. ഇത് LCD ഡിസ്പ്ലേ ആണ്. ഇതിനകത്ത് സ്ക്രാച്ച് വീഴാതെ നോക്കണം. ഇത് വരയ്ക്കുമ്പോൾ പതിയെ വരയ്ക്കുക. എല്ലാം അടച്ച് എല്ലാം ശരിയാക്കിയിട്ട് കാണില്ല. ഇതേണ്ട ഗൈസ്, പ്രൊജക്ടർ ഓണാക്കി പവർ എല്ലാം കണക്ട് ചെയ്ത് അടിപൊളിയായിട്ട് ചെറുക്കൻ ഓണായിട്ടുണ്ട്. ഞാനിപ്പോൾ അതെ പ്രൊജക്ടർ ട്രൈപോഡിനകത്താണ് മൗണ്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അവിടെ സാധാരണ നമ്മുടെ ട്രൈപോഡില്ലേ, അതിനകത്ത് ഇതുപോലെ മൗണ്ടൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ സ്ക്രീനിലേക്ക് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രൊജക്ട് ചെയ്ത് നോക്കിയത് ആ പൊടികൾ എത്രത്തോളം പോയിട്ടുണ്ടെന്ന് അറിയാം. അപ്പോൾ അലക്സ, സിനിമ ലൈറ്റ് ഓഫ്. അത്യാവശ്യം പൊടിയൊക്കെ ഒന്ന് പോയിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ഇവിടെ ആയിട്ട് ഒരു പൊടി ഇങ്ങനെ ഉണ്ട്. അത് നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റിയില്ല. 4:41 AM അല്ല, 4:41 PM ആണ്. അപ്പോൾ കുഴപ്പമില്ല, നല്ലതായിട്ട് ആയിട്ടുണ്ടല്ലോ. കറക്റ്റ് ഇതിൻ്റെ പൊടിയുടെ അവസ്ഥ ഞാൻ കാണിച്ചു തരാം. അവിടെ ആ സൈഡിലായിട്ട് കണ്ട് കുത്തൂത്തായിട്ട് പൊടിയുണ്ട്, കണ്ടോ. ആ ഒരു ഡോട്ട് കണ്ടോ, മാറ്റാൻ ഇച്ചിരി പാടാണ്. ഓക്കെ, സെബ്രോണിക്സ് പിക്സാപ്ലൈ 15 അങ്ങനെ ക്ലീൻ ഒക്കെ ചെയ്ത് അടിപൊളി കുട്ടപ്പനായിട്ട് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്.
അപ്പോൾ പ്രൊജക്ടർ വീഡിയോ എടുക്കാൻ വേണ്ടി തയ്യാറായിട്ട് നല്ല ഒരുങ്ങി സൂപ്പറായിട്ട് ഇവിടെ ഇരിക്കുകയാണ് വീഡിയോയ്ക്ക് വേണ്ടി. അവന്റെ ലെൻസ് കണ്ണുകളിൽ നോക്കൂ, വെളിച്ചം വരുന്ന കണ്ടില്ലേ. അപ്പോൾ നമ്മുടെ ഇതിന്റെ ചെറിയൊരു യൂസ്ഡ് റിവ്യൂ ആണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പൊ ഞാൻ മുന്നേ തന്നെ പറയാണ്, അപ്പൊ ഞാൻ എന്റെ വീഡിയോയിൽ കാണിക്കുന്ന എന്റെ ഈ പ്രൊഡക്റ്റിന്റെ ഒക്കെ ലിങ്ക് ഞാൻ ഇപ്പോഴേ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്കൗട്ട് ചെയ്യാം. പ്ലീസ് എന്റെ ലിങ്ക് വഴി നിങ്ങൾ പോയി ചെക്കൗട്ട് ചെയ്യാം. അപ്പോൾ ഇത് മാത്രമല്ല ഞാൻ പറയുന്നത്, ഇതിന്റെ ലേറ്റസ്റ്റ് മോഡൽസിന്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് താഴെ, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്കൗട്ട് ചെയ്യാം. പിന്നെ ഈ പ്രൊജക്ടർ പ്രൊജക്ട് ചെയ്യാൻ വേണ്ടിയുള്ള അതിന്റെ സ്ക്രീൻ, അതിന്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ആപ്പിളിന്റെ പ്രൊജക്ടർ അല്ല, ആപ്പിളിന്റെ സ്റ്റിക്കർ ഒന്ന് ഒട്ടിച്ചതേ ഉള്ളൂ. പണ്ട് എന്റെ ഐഫോണിന്റെ ബോക്സിന്റെ പോലെ കിട്ടിയ ഒരു ആപ്പിൾ സ്റ്റിക്കർ, അതിന് ജസ്റ്റ് ചുമ്മാ ഒട്ടിച്ചതേ ഉള്ളൂ. ചുമ്മാ ആപ്പിൾ ഇറക്കാത്തൊരു പ്രോഡക്റ്റ് ഒരു ആപ്പിൾ പ്രൊജക്ടർ എന്നൊരു കോൺസെപ്റ്റിൽ ഞാൻ ഒട്ടിച്ചതാണ്. ഇന്നലെ നമ്മൾ ആപ്പിൾ സ്റ്റിക്കർ ഒട്ടിച്ച് ഇതൊരു ആപ്പിൾ സെബ്രോണിക്സ് പ്രൊജക്ടർ ആക്കിയിട്ടുണ്ട് സുഹൃത്തുക്കളെ. അപ്പോൾ ഞാൻ ഇതിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ പറയാൻ പോവുകയാണ്. ഈ 2025 ഈ ഒരു പ്രൊജക്ടർ വേർത്ത് ആണോ, വാങ്ങിക്കാൻ പറ്റിയ നല്ലതാണോ, അതൊക്കെയാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഇപ്പോൾ മാർക്കറ്റിൽ കുറെ ലേറ്റസ്റ്റ് ചൈനീസ് പ്രൊജക്ടറുകൾ കുറെ ഉണ്ട്. എന്റെ ഈ ഹോം തിയേറ്ററിൽ നിലവിൽ ഇപ്പോൾ യൂസ് ചെയ്യുന്ന പ്രൊജക്ടറിനെ പറ്റിയാണ് ഞാൻ എപ്പോഴും വീഡിയോ ചെയ്യുന്നത്. അല്ലാണ്ട് പുതിയതായിട്ട് ഒരു പ്രൊജക്ടർ വാങ്ങിച്ചിട്ടില്ല, പിന്നെ വേറെ റിവ്യൂവിനൊന്നും വേറെ അങ്ങനെ വന്നിട്ടില്ല. ഇപ്പോഴും ഞങ്ങളുടെ വീട്ടിൽ ഇരിക്കുന്ന പ്രൊജക്ടറിനെ പറ്റിയാണ് ഞാൻ എപ്പോഴും പറയുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ ഈ ഒരു പ്രൊജക്ടർ ഞങ്ങൾ 2.5 വർഷമായിട്ട് ഞങ്ങളെ ഹോം തിയേറ്ററിൽ യൂസ് ചെയ്തുകൊണ്ട് വരികയാണ്. ഇപ്പോഴും ഇത് നല്ല പെർഫോമൻസ് ആണ്, നല്ലൊരു കിട്ടുന്ന സാധനമാണ് ഇത്. അപ്പൊ ഇതിന്റെ പേര് വരുന്നത് സെബ്രോണിക്സ് പിക്സാപ്ലേ 50 എന്ന് പറയുന്ന മോഡലാണ്. ഇപ്പോൾ സെബ്രോണിക്സിന്റെ പിക്സാപ്ലേ 25 എന്ന് പറയുന്ന ഒരു മോഡൽ ഉണ്ട്, അതാണ് ഇപ്പൊ ലേറ്റസ്റ്റ്. ഇത് ലേറ്റസ്റ്റ് പ്രൊജക്ടർ അല്ല, ഇത് അന്ന് ഇറങ്ങിയപ്പോൾ ഞങ്ങൾ വാങ്ങിച്ച പ്രൊജക്ടർ ആണ്. അപ്പൊ ഇപ്പോഴും ഇതിനെ കുറിച്ച് ഞാൻ പറയുന്നത് വെച്ചാൽ, ഈ ഒരു 2025 ഇത് നല്ലൊരു പ്രൊജക്ടർ ആണ്, വാങ്ങിക്കാൻ പറ്റി. അവരുടെ സെബ്രോണിക്സിന്റെ വെബ്സൈറ്റിൽ ഈ പ്രൊജക്ടർ ഉണ്ട്. സെബ്രോണിക്സിലെ വെബ്സൈറ്റിൽ ഈ പ്രൊജക്ടറിന്റെ വില വരുന്നത് 42,999 രൂപയ്ക്കാണ് അവരുടെ വെബ്സൈറ്റിലുള്ളത്. അതൊരു ഭയങ്കര ഓവർ പ്രൈസ്ഡ് ആണ്. എന്നാലും അവരുടെ വെബ്സൈറ്റിൽ അത്രയും വില കട്ട് ചെയ്തിട്ട് 16,999 രൂപയ്ക്കാണ് ഇതിന്റെ വെബ്സൈറ്റിൽ ഉള്ളത്. ആമസോണിൽ 15,999 രൂപയ്ക്കാണ് ആമസോണിൽ ഈ പ്രൊജക്ടർ ഉള്ളത്. അപ്പോൾ ആമസോണിൽ നിന്ന് വാങ്ങിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ഇതിന്റെ സ്പെക്ക് വരുന്നതെന്ന് വെച്ചാൽ, ഇതൊരു LED പ്രൊജക്ടർ ആണ്, നേറ്റീവ് ഫുൾ HD ആണ്. പിന്നെ 4K സപ്പോർട്ട് ഉണ്ട്. ലൂമിൻസ് എത്ര എന്ന് വെച്ചാൽ 5600 ലൂമിൻസ് ആണ് ഉള്ളത്. പിന്നെ ഇതിനകത്ത് ഡോൾബി ഓഡിയോ ഔട്ട് ആക്കി വരുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് 8 GB സ്റ്റോറേജും 2 GB റാമും വരുന്നുണ്ട്. പിന്നെ ഇതിന്റെ വെയിറ്റ് വരുന്നത് 1.5 കിലോഗ്രാം ആണ് വെയിറ്റ് വരുന്നത്. ഒരു കൈ കൊണ്ട് എടുക്കാൻ പറ്റുന്ന വെയിറ്റേ ഇതിനകത്ത് വരുന്നുള്ളൂ. പിന്നെ ഇതിനകത്ത് സപ്പോർട്ട് ചെയ്യുന്ന വീഡിയോ ഫയൽസ് പാല്, FLV, MP4, MPEG, പിന്നെ MPEG2, M4V, MKV, MOV, VOV, ഈ പറയുന്ന എല്ലാ ഫോർമാറ്റും ഇതിനകത്ത് സപ്പോർട്ട് ചെയ്യും. അപ്പൊ USB-ക്കകത്ത് 4K വീഡിയോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ഇതിനകത്ത് ഇട്ട് പ്ലേ ചെയ്ത് കാണാനൊക്കെ പറ്റും. പക്ഷെ ചെറിയ ലാഗ് ഒക്കെ ചിലപ്പോൾ വരും. അപ്പൊ ഇതിനകത്ത് ലൂമൻസ് എത്ര ഉണ്ടോ ഞാൻ പറഞ്ഞല്ലോ. ലൂമൻസ് എന്ന് വെച്ചാൽ ലാമ്പിന്റെ ബ്രൈറ്റ്നസ് ഉണ്ടല്ലോ, എത്ര ലൂമൻസ് വരെ ഉണ്ടെന്ന് വെച്ചാൽ 3600 ലൂമൻസ് ആണ് വരുന്നത്. പിന്നെ ഈ പ്രൊജക്ടറിന്റെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് ഒരു 30,000 ഹവർ ആണ്. അപ്പം അത്ര വരെ നമുക്ക് ഇത് ഓൺ ആക്കി ഇട്ടുകൊണ്ടിരിക്കാൻ പറ്റും. ഇത്രയാണ് ഇതിന്റെ ലാമ്പ് ലൈഫ്. അപ്പൊ ഞാൻ ഇതൊക്കെ പറഞ്ഞതെന്ന് വെച്ചാൽ, ഇതൊക്കെയാണ് ഇതിന്റെ ഇപ്പോഴും ഉള്ള കാര്യങ്ങൾ. അപ്പൊ മൊത്തത്തിൽ ഈ ഒരു വർഷത്തിൽ ഇത് വാങ്ങിക്കാൻ പറ്റിയ നല്ലൊരു പ്രൊജക്ടർ ആണ് ഇപ്പോഴും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ. ആമസോണിനകത്ത് 15,000 രൂപയൊന്നും അല്ല, 14,000 രൂപയ്ക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ ആ ഒരു പ്രൈസ് റേഞ്ചിൽ നല്ലൊരു പ്രൊജക്ടർ ആണ്. അല്ലാണ്ട് നിങ്ങൾ അതിൽ താഴെയുള്ള 9,000 രൂപയ്ക്കൊക്കെ കിട്ടുന്ന പ്രൊജക്ടർ ഉണ്ട്, അതൊന്നും പോയി എടുക്കല്. എന്ന് വെച്ചാൽ അത് ഒരു HD ക്വാളിറ്റി ആയിരിക്കും. പിന്നെ ബ്രൈറ്റ്നെസിന്റെ ലൂമിൻസ് ഒക്കെ ഭയങ്കര കുറവായിരിക്കും. ഇത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് നല്ലൊരു പ്രൊജക്ടർ ആണ്. മാത്രമല്ല ബ്രാൻഡഡും ആണ്, സെബ്രോണിക്സ് ബ്രാൻഡ് വരുന്ന പ്രൊജക്ടർ ആണ്. അപ്പൊ സെബ്രോണിക്സിന്റെ ഇപ്പൊ നല്ല പ്രൊജക്ടേഴ്സ് ആണ് അവിടെ ഇറക്കുന്നത്. അപ്പൊ ഇതുവരെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള സെബ്രോണിക്സിന്റെ എല്ലാം നല്ലൊരു അത്യാവശ്യം ക്വാളിറ്റിയും ലൈഫ് ലോങ് നല്ലതായിട്ട് നിൽക്കുന്ന ഒരു പ്രൊജക്ടർ ആണ്. നല്ലതായിട്ട് പെർഫോമൻസും ചെയ്യും. പിന്നെ നമ്മൾ അതിനനുസരിച്ച് പ്രൊജക്ടറുകളെ ക്ലീൻ ചെയ്യണം, മാസം തോറും ക്ലീൻ ചെയ്യണം. പിന്നെ അതിന്റെ വെക്കുന്ന റൂമും കാര്യങ്ങളൊക്കെ എൻവയോൺമെന്റ് എല്ലാം കറക്റ്റ് ആയിട്ട് നോക്കിയേ പ്ലേസ് ചെയ്യാവോ, അങ്ങനെയൊക്കെ ശ്രദ്ധിക്കണം. ഞങ്ങൾ അങ്ങനെയൊക്കെ കുറച്ച് ശ്രദ്ധിക്കാതെ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇതിന്റെ സ്ക്രീനൊക്കെ പൊടി പറ്റിയത്. പക്ഷെ എന്തൊക്കെ നമ്മൾ നോക്കിയാലും എങ്ങനെയെങ്കിലൊക്കെ ചെറിയ ചെറിയ പൊടികളൊക്കെ സ്ക്രീനിലേക്ക് പ്രൊജക്ട് ചെയ്യുമ്പോൾ കുത്തു കാര്യങ്ങളൊക്കെ കാണും. എന്തായാലും അത് നമുക്ക് ഈ ഞാൻ പറഞ്ഞ പോലെ, ഞാൻ കാണിച്ചു തന്ന പോലെ ബഡ്സ് വെച്ച് വളരെ കെയർഫുൾ ആയിട്ട് അത് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. ഈ പ്രൊജക്ടർ ഈ ഒരു 2025 എടുക്കാൻ പറ്റിയ നല്ലൊരു പ്രൊജക്ടർ ആണ്. പക്ഷെ എടുക്കാൻ വരുന്നതിന് മുന്നേ പറയട്ടെ, ഇതിനകത്ത് കുറച്ച് കുറവുകളൊക്കെ ഉണ്ട്. അപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന പ്രൊജക്ടറുകളിൽ കുറച്ച് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫംഗ്ഷനും ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട്. ഇതിനകത്ത് കുറച്ച് കുറവുകളുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു പ്രൊജക്ടറിൽ ആകെ ഉള്ളത്, ഇതിനകത്ത് നമുക്ക് റിമോട്ട് കൺട്രോൾ വെച്ച് ഇതിന്റെ ടിൽറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനും, സ്ക്രീൻ ചിലപ്പം ചരിഞ്ഞിരിക്കുവാണെങ്കിൽ, പ്രൊജക്ടർ കുറച്ച് ചരിഞ്ഞിരിക്കുവാണെങ്കിൽ നമുക്ക് റിമോട്ട് വെച്ചാണ് ഇങ്ങനെ നേരെ ആക്കാൻ പറ്റും. സ്ക്രീനിന്റെ എല്ലാ പൊസിഷനും ഒക്കെ കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിന്റെ ഫോക്കസ് കാര്യങ്ങളൊക്കെ മാനുവൽ ആയിട്ടാണ് വരുന്നത്. ഇവിടെയാണ് വരുന്നത് ഫോക്കസ്. പിന്നെ ഞങ്ങളുടെ ഇപ്പോ മേളിലൊരു പ്രൊജക്ടർ ഇപ്പോൾ ഉണ്ട്, അതിനകത്ത് റിമോട്ടിൽ ഫോക്കസ് ഒക്കെ ചെയ്യാൻ പറ്റും. പക്ഷെ ഇപ്പോൾ വരുന്ന പ്രൊജക്ടറുകളിൽ
ഓട്ടോ ഫോക്കസ് വരുന്നുണ്ട്. ഒരു സ്ഥലത്ത് പ്രൊജക്ടർ വെക്കുക, ഭിത്തിക്കകത്തോട്ട് പതിപ്പിക്കുമ്പോൾ പ്രൊജക്ടർ തന്നെ നോക്കി അത് ഓട്ടോ ഫോക്കസ് ചെയ്ത് കറക്റ്റ് ആയിട്ട് ക്ലിയർ ആക്കി നമ്മളെ കാണിക്കും. ആ ഒരു ഫീച്ചർ ഇതിനകത്ത് ഇല്ല, അത് കുറവാണ്. പിന്നെ ഇതിനകത്ത് മോണോ സ്പീക്കർ ആണ്, ഡുവൽ സ്പീക്കർ ഇല്ല. പിന്നെ ഇതിന്റെ ബ്രൈറ്റ്നെസ് എന്ന് പറയുന്നത് 3600 ലൂമൻസ് ആണല്ലോ, അത് ഇച്ചിരി കുറവാണ്. കുറച്ചും കൂടി ഒരു 5600 ലൂമൻസ് ഒക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ ബ്രൈറ്റർ ആയിട്ട് നമുക്ക് കിട്ടും. ഇതിനകത്ത് എന്നാലും പിക്ചർ ക്വാളിറ്റിക്കോ വലിയ കുഴപ്പമൊന്നുമില്ല. നമുക്ക് നല്ല ഡാർക്ക് റൂമിലൊക്കെ ആണെങ്കിൽ ഇരുന്ന് കാണുവാണെങ്കിൽ അത്യാവശ്യം നമ്മുടെ കണ്ണിന് പറ്റിയ ബ്രൈറ്റ്നസ് ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. എന്നാലും കുറച്ച് കുറവാണ്. പിന്നെ ഇതിന്റെ കോർണേഴ്സിലൊക്കെ ചിലപ്പോൾ ചെറിയൊരു ബ്ലർ പോലെയൊക്കെ കാണാം, എന്നാലും അത് വലിയ മോശമായിട്ട് തോന്നിയിട്ടില്ല. പിന്നെ ഇത് ചെറിയ പോർട്ടബിൾ പ്രൊജക്ടർ ആയതുകൊണ്ട് ഈ പ്രൈസ് റേഞ്ചിൽ ഇതിനകത്ത് HDMI ARC എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ ഇല്ല. ഇതിനകത്ത് ഒരു HDMI പോർട്ടാണ് ഉള്ളത്, പിന്നെ 2 USB പോർട്ടാണ് ഉള്ളത്, ഒപ്റ്റിക്കൽ ഔട്ടും ഉണ്ട്, പിന്നെ ഒരു AV പോർട്ട് എന്ന് അറിയില്ലേ, പഴയ നമ്മുടെ TV സെറ്റ് ബോക്സിൽ നിന്നൊക്കെ എടുക്കുന്ന ഔട്ട്. ഹെഡ്ഫോൺ ജാക്കും മാത്രമാണ് ഇതിനകത്ത് ഇൻപുട്ട് വരുന്നത്. ഇതിനകത്ത് ഇല്ലാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ ഞാൻ അവസാനമായിട്ട് പറയാൻ പോവുകയാണ്, ഇത് നല്ലൊരു പ്രൊജക്ടർ ആണ്. ഇപ്പോഴും നല്ലതായിട്ട് ഇത് വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോഴും നല്ല പിക്ചർ ക്വാളിറ്റി ഒക്കെ നല്ലതാണ്. കളേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് അത്യാവശ്യം നല്ലതായിട്ട് കിട്ടുന്നുണ്ട്. നിങ്ങൾ ഈ പ്രൊജക്ടർ എടുത്തിട്ട് 2.5 വർഷമായി. ഞങ്ങൾ ഇത് എടുത്തതെന്ന് വെച്ചാൽ 2022 ഈ പ്രൊജക്ടർ ഞങ്ങൾ എടുക്കുന്നത്. 2022, 23, 24, ഇപ്പൊ 25ആയി. അപ്പോൾ അത്ര നാൾ ഞങ്ങൾ ഇത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇത് നല്ലൊരു സംഭവമാണ്. ഞങ്ങൾ ഇപ്പോഴും ഇത് തന്നെയാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പോഴും ഇതിന്റെ റിവ്യൂ എടുക്കുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ ഇത് വാങ്ങിക്കുന്നതിന്റെ ലിങ്ക് ഞാൻ എന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ പ്രോഡക്റ്റ് ടാഗ് ചെയ്തേക്കാം. നിങ്ങൾ എന്തായാലും പ്ലീസ് എന്റെ ലിങ്ക് വഴി ക്ലിക്ക് ചെയ്ത് നിങ്ങളൊന്ന് ചെക്കൗട്ട് ചെയ്യുക. നിങ്ങൾക്ക് കുറച്ചുകൂടി പൈസ ആഡ് ചെയ്യാൻ ഉണ്ടെങ്കിൽ ഇതിന്റെ തന്നെ ലേറ്റസ്റ്റ് മോഡൽസ് ഉണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്കൗട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ ചോയ്സ് ആണ്. അപ്പോൾ ഞാൻ ഇത് വാങ്ങിക്കേണ്ടെന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് ഇത് വാങ്ങിക്കാം. ഒരു ഇൻലൈറ്റ് എന്ന് പറയുന്ന സ്ക്രീനാണ് ഞങ്ങളിവിടെ യൂസ് ചെയ്തേക്കുന്നത്. അപ്പം ഇൻലൈറ്റിന്റെ ഒരു ഫ്ലെക്സ് പോലത്തെ ഒരു സ്ക്രീൻ ഉണ്ട്, അത് നല്ലൊരു 100 ഇഞ്ചാണ്. അതിന്റെ കൂടെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഗൈസ്. അപ്പോൾ അത്രയ്ക്കുള്ള ഇന്നത്തെ വീഡിയോ. എൻ്റെ പേര് രാഹുൽ മനോജ്. ഫോളോ മീ ഓൺ ഇൻസ്റ്റാഗ്രാം. ഓക്കെ, ഇതിലെ കാര്യങ്ങളും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് മെസ്സേജ് ഇടുക, അല്ലെങ്കിൽ കമന്റ് ബോക്സിനകത്ത് കമന്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്. ബൈ.